സിനിമാ കഥകളെ പോലും വെല്ലുന്ന ആസൂത്രണം. കവർച്ചയ്ക്കായി ഫ്ലൈറ്റിലും റോഡ് മാർഗവും യാത്ര. തൃശൂരിലെ ATMകളിൽ കവർച്ച നടത്താൻ പ്രതികൾ നടത്തിയ പദ്ധതികൾ പോലീസിനെ പോലും അമ്പരപ്പിച്ചു. ഹരിയാനയിലെ മേവാദ് സംഘം ഇവിടെ എത്തിയത് വൻ ആസൂത്രണത്തോടെ എന്നാണ് വിവരം. ഈ മാസം 25-ന് മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് 3 സംഘങ്ങളായിട്ടാണ്. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് കോയമ്പത്തൂരിൽ നിന്ന് ട്രക്കിൽ കാർ കയറ്റി പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തി. പിന്നീട് കവർച്ചാ പരമ്പരയാണ് ലക്ഷ്യമിട്ടത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 5 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സുബൂർകാന്ത്, സൌഖിൻ എന്നീ പ്രതികൾ ഫ്ലൈറ്റ് മാർഗമാണ് ഹരിയാനയിൽ നിന്ന് കോയമ്പത്തൂരിൽ എത്തിയത്. മുഹമ്മദ് ഇക്രം, ഇർഫാൻ സാക്കൂർ, ഹസാർ അലി എന്നിവർ കാറിൽ കോയമ്പത്തൂരിലെത്തി. ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രക്കുമായി എത്തിയത് ജുമൈദീൻ ഹമീദും ക്ലീനർ മുബാറക്കുമാണ്. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് ഒന്നിച്ചത് കോയമ്പത്തൂരിൽ വെച്ചാണ്. ഇവിടെ വെച്ച് കാർ ട്രക്കിൽ കയറ്റിയ സംഘം കോയമ്പത്തൂർ പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തിയെന്നും പോലീസ് പറയുന്നു. ഇവിടെ കാർ പുറത്തിറക്കിയ സംഘം ഗൂഗിൾ മാപ്പ് നോക്കി മാപ്രാണത്തും ഷൊർണൂർ റോഡിലും കോലഴിയിലുമെത്തി കവർച്ച നടത്തി. കവർച്ചയുടെ പ്രധാനാസൂത്രകൻ മുഹമ്മദ് ഇക്രമാണ്. മറ്റൊരു ATM കവർച്ചാ കേസിൽ ഹരിയാനയിലെ ജയിലിൽ നിന്നും 2 മാസം മുൻപാണ് ഇയാൾ ശിക്ഷ കഴിഞ്ഞിറങ്ങിയത്. ഹരിയാനയിലെ മേവാദ് എന്ന പ്രദേശത്ത് ഇവരുൾപ്പെടുന്ന കവർച്ചാ സംഘത്തിൽ 500-ലധികം ആളുകളുണ്ട്. 7-അംഗ കവർച്ചാ സംഘത്തിലെ എല്ലാവരും പഴയ ATMകൾ തകർത്ത് മോഷണം നടത്താൻ പരിശീലനം നേടിയവരാണ്. മോഷണം നടന്ന് 1 മണിക്കൂറിനകം പ്രതികളെ ട്രാക്ക് ചെയ്തതായും കേരള പോലീസ് അവകാശപ്പെടുന്നു. പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ട ലോറിയുടെ ചിത്രം കേരള പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് നാമക്കൽ കുമാരപാളയത്ത് തമിഴ്നാട് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ലോറി ഡ്രൈവർ ജുമൈദീൻ ഹമീദ് കൊല്ലപ്പെട്ടത്. പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ വെടിയുതിർത്തത് കുമാരപാളയം ഇൻസ്പെക്ടർ പാവമണിയാണ്. വെടിയേറ്റ കാൽ മുറിച്ചുമാറ്റേണ്ടി വന്ന 6-ാം പ്രതി ഹസാർ അലിയെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സേലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജയിൽ വാർഡിലേക്ക് മാറ്റി. കേരളത്തിലെത്തിച്ച 5 പ്രതികളെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഡിവൈഎസ്പി സലീഷൻ ശങ്കർ, ഈസ്റ്റ് SHO MJ ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തത് 67.02 ലക്ഷം രൂപയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കണ്ടെയ്നർ ലോറിയിൽ കയറ്റി ഒളിപ്പിച്ച കാറിൽ നിന്നുമാണ് പണം കണ്ടെടുത്തത്. ഇതിനിടെ ATM കവർച്ചാ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഹൈദരാബാദ് പോലീസ് സേലം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈദരാബാദിൽ നടന്ന ATM കവർച്ചാ ശ്രമത്തിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് കാണിച്ചാണ് അപേക്ഷ നൽകിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന ATM കൊള്ളയിലും സംഘത്തിന് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. News 18 തൃശൂർ.